യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. കമലവും പടയാളികളും ആപ്പിൾ തോട്ടം ലക്ഷ്യമാക്കി കുതിച്ചു. പലതരത്തിലുള്ള ആപ്പിളുകൾ എന്നെ ഒന്ന് പറിച്ചോണ്ടുപോടെ പ്ലീസ് എന്ന് നമ്മെ നോക്കി പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട നയൻതാരയും ബ്രൂസിലിയും അരിഗോഡൌണിലെ എലികളെ പോലെ ഒരറ്റത്ത് നിന്ന് തുരന്നു തുടങ്ങി. വെറും $10 പള്ള നിറയെ തിന്നാം, സഞ്ചി നിറയെ പറിക്കാമെന്നതാണ് ഇവരുടെ പ്രത്യേകത. ആപ്പിളിനോടുള്ള ശത്രുത മറന്ന് ഞാനും വെട്ടിക്കേറ്റി. അത്ഭുതമെന്ന് പറയട്ടെ, ഒടുക്കത്തെ മധുരം. വവ്വാല് പേരയ്ക്ക് തിന്നും പോലെ 12 അകത്താക്കി. വൻകുടലിന്റെ ഭാഗത്ത് നിന്നും കട്ടൻ കാപ്പി തിളയ്ക്കുന്നത് പോലൊരു ശബ്ദം. ശൗചാലയം കൂടി ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി കടയിൽ നിന്ന് വാങ്ങിയ ആപ്പിൾ വീട്ടിലെ മേശപ്പുറത്ത് മുളച്ചിരിക്കുന്നത് കണ്ടിട്ടും തിന്നാതെ കോൺക്രീറ്റ് മെഷീൻ പോലെ രണ്ടും കൂടി ചവച്ചരയ്ക്കുന്നുണ്ട്. ഇതൊന്നും എന്റെ അമ്മ കാണാത്തത് നന്നായി, അല്ലെങ്കിൽ എപ്പോഴേ നുള്ളിപ്പറക്കി ചമ്മന്തി അരച്ചേനെ. ഒട്ടകത്തിന്റെ വകയിലെ ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ പിന്നെ ബ്രൂസിലിക്ക് അവന്മാർക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്നായി. അവിടെ വെച്ച് മുട്ടൻ സ്നേഹമൊക്കെ കാട്ടിയെങ്കിലും വീട്ടിലെത്തിയ ബ്രൂസിലി കൈ കഴുകാനായി 3 സോപ്പും 1 കുപ്പി ഡെറ്റോളും തീർത്തു. സഞ്ചി നിറയെ നല്ല ആപ്പിൾ കിട്ടിയ വിവരം പറയാനായി കുഞ്ചാലുമുട്ടിലെ കുഞ്ഞമ്മയെ ഒന്ന് വിളിച്ചു. ആ പേട്ട് പെണ്ണുപിള്ള പറഞ്ഞു, ശർക്കരയിട്ട് വാറ്റിയാൽ മതി, നല്ല സ്വയംഭം സാധനം കിട്ടുമെന്ന്. വാട്ടെ ആൽക്കഹോളിക് കുഞ്ഞമ്മ ഒരു ഫാമും തുടങ്ങി. അതിൽ കുറെ ആപ്പിളുകളും നട്ട് അത് കാണാനും തിന്നാനും പറിക്കാനും അവസരവും നൽകി. പിള്ളേരെ പറ്റിക്കാനായി കുറെ കിടുപിടി സംഭവങ്ങളും ചെയ്ത് ബാക്കി വരുന്ന ആപ്പിളുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്ന പാവം കർഷകർ. ഇവർക്ക് പറ്റിയ പേര് ബിസിനസ് മാൻമാർ എന്നത് തന്നെയാണ്. സായിപ്പിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഒരു ആപ്പിൾ കർഷകനായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിവസവും അതിന്റെ വളർച്ച മുടങ്ങാതെ പരിശോധിക്കുന്നുമുണ്ട്. ഇതൊന്ന് കാച്ചിട്ട് വേണം വട്ടുകുഞ്ഞമ്മയ്ക്ക് 2 കിലോ കൊണ്ട് കൊടുക്കാൻ.